ഇതാണ് കോണിൻ്റെ ആവശ്യം. ഈ ട്രാഫിക് കോൺസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതേമാതിരി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട്. വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ RC തന്നെയാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. ഗൈസ്, ഇതാ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു GTRൻ്റെ R35 മോഡലുള്ളൊരു RC ആണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇത് പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് പെട്ടെന്നൊന്ന് അൺപ്ലഗ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മളിത് അൺപ്ലഗ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതാ നമ്മുടെ GTRൻ്റെ R35 മോഡൽ RC. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഇതിനെ GTR എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ആ ഒരു ബാക്ക് ലുക്ക് തന്നെ കണ്ടിട്ടാണ്. ഫ്രണ്ട് അത്യാവശ്യം ചെറിയൊരു ലുക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഡ്രിഫ്റ്റിംഗ് ടയറാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ RC ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇനി നമുക്ക് ബാക്കി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കാർ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതാ ഗൈസ്, ഒരു കവറിനകത്ത് കുറച്ച് കോൺസ് ഉണ്ട്, നോർമൽ ടയേഴ്സ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, ചാർജറുണ്ട്. കവറൊന്ന് പൊട്ടിച്ചിടാം. ഇതാ ഗൈസ്, ഒരുപാട് കോൺസും നോർമൽ ടയേഴ്സും ബാറ്ററിയും ചാർജറും എല്ലാം ഉണ്ട്. ഈ കോൺസിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതാ ഗൈസ്, നോർമൽ ടയറാണ് നമ്മുടെ. ഇനി നമുക്ക് ഇതാണ് ഗൈസ് ബാറ്ററി. നമുക്ക് ബാറ്ററി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ RCയിൽ. ഗൈസ്, ഇത് നമ്മുടെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിമോട്ട് എടുക്കാം. ഇതാണ് റിമോട്ട്. 2.4 Hz റിമോട്ടാണ്. നമുക്ക് റിമോട്ടിനകത്ത് ബാറ്ററി ഇടാം. ഇതാ ഗൈസ്, റിമോട്ടിനകത്ത് ബാറ്ററി ഇട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല സ്പീഡുണ്ട്. നമുക്ക് ഓടിച്ചു നോക്കാം. ഇതാണ് ഡ്രിഫ്റ്റിംഗ് ടയറിൻ്റെ പ്രത്യേകത. ഇത് ഇങ്ങനെ 360 കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നല്ല സൗണ്ടുണ്ട്, നല്ല സ്പീഡുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഗൈസ്, അപ്പം ഇതാണ് കോണിൻ്റെ ആവശ്യം. ഈ ട്രാഫിക് കോൺസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതേമാതിരി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഡ്രിഫ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം. കോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രിഫ്റ്റിംഗ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോർമൽ ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമ്മൾ നോർമൽ ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിച്ചു നോക്കണ്ടേ. ഇതാ നോർമൽ ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്പീഡാണ് കാണുന്നത്. നല്ല സ്പീഡുണ്ട്. നല്ല സ്പീഡുണ്ട് ഗൈസ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇതാണ് നമ്മുടെ GTRൻ്റെ RC. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഇനി RC അൺബോക്സിങ് വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.